ഓർമ്മപ്പെടുത്തൽ ആരും തെറ്റിദ്ധരിക്കരുത്. ഇതൊരു അവിശ്വാസത്തിന്റെ അല്ലെങ്കിൽ അനാചാരത്തിന്റെ പ്രോത്സാഹനമല്ല. അത്തരം ഇതിന് പിന്നാലെ നടക്കുന്നവരുണ്ടെന്നും അത് ഒരു തെറ്റായ നീക്കമാണെന്നുമുള്ള തുറന്നു കാട്ടൽ കൂടിയാണ് ഞങ്ങൾ നടത്തിയത്. ഒരിക്കലും ഇത് ഇത്തരം അന്ധവിശ്വാസങ്ങളുടെ പ്രോത്സാഹനമായി മാറരുത്. പ്രേക്ഷകർ തെറ്റിദ്ധരിക്കപ്പെടരുത്. പ്രധാനപ്പെട്ട പല നേതാക്കളും ഇപ്പോഴും ഇത്തരം ചിന്തകൾ ചിന്തിക്കുന്നു എന്നതാണ് നമ്മൾ ചൂണ്ടിക്കാട്ടിയത്. അതിനപ്പുറത്തേക്ക് ഒരു അന്ധവിശ്വാസത്തിന്റെയും അനാചാരത്തിന്റെയും പ്രോത്സാഹനമായി മാറരുത്. അത്തരം വിശ്വാസങ്ങൾ ഉണ്ടെന്നും അത് തെറ്റാണെന്നുമുള്ള തുറന്നു പറച്ചിൽ കൂടിയായി ഈ അവസരം ഞങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ്. ഡാൻ, നമുക്ക് പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്താനുള്ള ഒരു കാര്യം അതുകൂടിയാണ്. ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ അത് അങ്ങനെയല്ല, മറിച്ച് ഇത്തരം ചിന്തകളുമായി നടക്കുന്നവരാണ് യഥാർത്ഥത്തിൽ മണ്ടന്മാർ എന്ന് നമുക്ക് തുറന്നു പറയേണ്ടി വരും. ഡാൻ, സ്വാഭാവികമായി ശാസ്ത്രം പുരോഗമിച്ച ഒരു കാലമാണ്, വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലമാണ്. ആ കാലഘട്ടത്തിലാണ് ഇത്തരം വിവരങ്ങൾ ആകാംക്ഷ ഉണർത്തുന്ന തരത്തിൽ പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ എത്ര കണ്ട് വിശ്വാസത്തെ പ്രതിരോധിക്കാൻ നോക്കിയാലും അങ്ങനെയൊന്നില്ല, ശാസ്ത്രമാണ് നയിക്കുന്നത് എന്ന തരത്തിലുള്ള വാദമുഖങ്ങളൊക്കെ മുമ്പോട്ട് വെക്കാൻ ശ്രമിച്ചാലും അഭ്യസ്തവിദ്യരായ ആളുകളുടെ ഇടയിൽ, ഉന്നത വിദ്യാഭ്യാസം നേടിയ ആളുകളുടെ ഇടയിൽ പോലും അന്ധമായ വിശ്വാസം മനസ്സിൽ വെച്ച് പുലർത്തുന്നവരുണ്ട് എന്നതാണ് ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം. സ്വാഭാവികമായി അങ്ങനെ ആ വിശ്വാസത്തിൽ വലിയ തരത്തിൽ ഈ വിശ്വാസം മുറുകെ പിടിച്ചിരിക്കുന്ന ആളുകളെ ദുർബലപ്പെടുത്താൻ ഇത്തരത്തിലുള്ള ഗൂഢനീക്കങ്ങൾക്ക് കഴിയുമെന്നത് മറ്റൊരു സത്യമായി മാറുകയാണ് ഇപ്പോൾ ഈ പുറത്തു വരുന്ന ദൃശ്യങ്ങളിലൂടെയും സംഭാഷണങ്ങളിലൂടെയും. എന്തായാലും രാഷ്ട്രീയമായി ഒരാളെ തേജോവധം ചെയ്യാൻ, ഒരാളെ ദുർബലപ്പെടുത്തുന്നതിനു വേണ്ടി അങ്ങനെയൊരു ഹീനതന്ത്രം ഉപയോഗിക്കപ്പെടുന്നു എന്നത് കൃത്യമായി ഒരു വ്യക്തിയോട്, അദ്ദേഹം ഇരിക്കുന്ന പദവിയൊന്നുമല്ല, അത് ഒരു വ്യക്തിയോട് ചെയ്യുന്ന ഏറ്റവും ഹീനമായ ഒരു പ്രവൃത്തിയാണ്. അതിനപ്പുറത്തേക്കാണ് രാഷ്ട്രീയവും മറ്റു തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. സ്വാഭാവികമായി പരസ്യമായി ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകാൻ കഴിയത്തില്ല എന്ന് മനസ്സിലായപ്പോൾ മറ്റേതെങ്കിലും വിധത്തിൽ ബോധപൂർവം ഇല്ലാതാക്കാൻ വേണ്ടി നടത്തിയ ഒരു ശ്രമമാണോ എന്ന തരത്തിലുള്ള ആക്ഷേപം തന്നെയാണ്, എന്ന തരത്തിലുള്ള ഒരു വിമർശനം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ആത്മമിത്രങ്ങളടക്കം പങ്കുവച്ചത്. പക്ഷേ അവരാരും പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. പരസ്യ പ്രതികരണത്തിന് തയ്യാറാകുന്നതിൽ ചില പരിമിതികളുണ്ട്. എന്തായാലും KPCC അധ്യക്ഷനും കേരളത്തിന്റെ ചുമതല കൂടിയുള്ള ഹൈക്കമാൻഡിന്റെ നിർണായക സ്ഥാനത്തുള്ള KC വേണുഗോപാൽ, അദ്ദേഹം ഉൾപ്പെടെയുള്ള പ്രമുഖർ പ്രസ് ക്ലബിൽ അല്പസമയത്തിനകം ഒരു ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തുകയാണ്. അവിടെ വെച്ച് KPCC അധ്യക്ഷൻ ഈ വിഷയത്തിൽ, നമ്മൾ പുറത്തുവിട്ട ഈ വാർത്തയിൽ ഏത് തരത്തിലെങ്കിലും പ്രതികരണം നടത്തുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണാനുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രതികരണം വരേണ്ടതും അവിടുന്നാണ്. കാരണം ഇന്ന് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ തിരുവനന്തപുരത്തുണ്ട്. KPCC അധ്യക്ഷനുണ്ട്. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ KC വേണുഗോപാൽ അടക്കമുള്ള പ്രമുഖരുണ്ട്. നിയമസഭയിൽ VD സതീശൻ അടക്കമുള്ളവരുമുണ്ട്. എന്താണ് കോൺഗ്രസ് നേതാക്കൾ ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നത് എന്നതും പ്രസക്തമാണ്. ഒരിക്കൽ കൂടി പ്രേക്ഷകരെ ഓർമ്മപ്പെടുന്നു, അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും പിന്നാലെ പോവുക. വിശ്വാസം അത് ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ്. അത് വിശ്വാസം പുലർത്താം, അത് ഒഴിവാക്കാം, അത് ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ്. അതിനപ്പുറത്ത് അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും പിന്നാലെ പോകാതിരിക്കുക, അത് വലിയ ദുരന്തങ്ങൾക്ക് ഇടവയ്ക്കുമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയായി ഇത് മാറുകയാണ്. ഇടവേള